ചേട്ടാ ആ എന്താ ഈ DSI റായിയുടെ റിവ്യൂ ഇടാഞ്ഞേ? റിവ്യൂ ഇടാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ കണ്ടായിരുന്നേ. പക്ഷെ കണ്ടിട്ട് ഇന്നലെ ഞാൻ അഭിപ്രായം പറയണമെന്ന് ഓർത്തതാണ്. പക്ഷെ ഞാൻ പറയാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും കംപ്ലീറ്റ് പോസിറ്റീവാണ് പറയുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയായിരുന്നേ. പക്ഷേ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് വെറുതെ എന്തിനാ ഈ പൊങ്കാല മേടിച്ച് കൂട്ടുന്നതെന്ന് ഓർത്താൽ ഞാൻ മിണ്ടാഞ്ഞത്. കാരണം അതിനാ പടം ഒന്നിനും കൊള്ളത്തില്ലേ? അയ്യോ അങ്ങനെ കൊള്ളത്തില്ലെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ സിനിമ ഒന്നിനും കൊള്ളത്തില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് രണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇതിനകത്തുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആൾക്കാർ ശ്രദ്ധിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അത് ശ്രദ്ധിക്കുന്നവരുണ്ടാവാം. പക്ഷേ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മളെ പ്രണവ് ഹേറ്റർ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഹേറ്റർ ഇങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാഞ്ഞത്. അതിപ്പോൾ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം ഉണ്ടല്ലോ. അത് ശരിയാ, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഈ സിനിമ മൊത്തത്തിലൊരു ഹൊറർ സിനിമ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പക്കാ വർക്കാണ്. അതായത് നമ്മളെ പേടിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിപ്പിക്കും. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ. പുള്ളി പകൽ പോലും നമുക്ക് സാധാരണ പ്രേതപ്പടം എന്ന് പറഞ്ഞാൽ ഈ നൈറ്റ് വരുമ്പോഴത്തേക്കാണല്ലോ പേടി. പകലായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഇനി പേടിക്കാനൊന്നുമില്ല. ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ നമ്മൾ ഈ പ്രേതപ്പടങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ഇതിനകത്ത് പകൽ പോലും നമ്മളെ പേടിപ്പിക്കും. ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞാലും സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞാലും എഡിറ്റിംഗ് ആണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ കളർ ഗ്രേഡിങ് ഇതൊന്നും എല്ലാ സാധനവും നോക്കിയാണെന്ന് പറഞ്ഞാലും അത് സംഭവം ഓക്കെയാണ്. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. പൈസ വർത്താണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കിടുവാണ്. പക്ഷേ എല്ലാം കിടുവാണ്, പിന്നെ എന്നാ കുഴപ്പം? ഞാൻ പറയട്ടെ. അതായത് നമ്മളുടെ ഈ എന്നാ പറയുന്നത്, ഈ തിരക്കഥ അല്ലെങ്കിൽ കഥ അതിനോടൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവർ പോയി നോക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയാൻ സാധ്യതയുള്ള ഇതാണ്, തിരക്കഥ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താ തിരക്കഥ, ഇതിന് മാത്രം വലിയ കഥയൊന്നും ഇല്ലല്ലോ. എന്നാൽ ജസ്റ്റ് ഒരു തോട്ടെടുത്ത് വെക്കുന്നു, ഇന്ന പോലെ ഒരു ചെറിയൊരു സംഭവം നടക്കുന്നു, അതിനകത്ത് പ്രേതം വരുമോ ഇല്ലയോ മറ്റേ പിടിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം. പിന്നെ അതിൻ്റെ അതുപോലെ. പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തിരക്കഥ കഥകൾ ഒരുപാട് ഇന്ന കഥ ഒക്കെ സിനിമ കാണുമ്പോൾ കഥകളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ സിനിമയുടെ കഥ എന്താണ്, ഇതെന്നെ ഉള്ളു വലിച്ച പോലെ ഉള്ളല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അവർ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു സാധനവും ഇല്ല. ഈ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സാധനം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ ഇതുപോലെ ഇത്ര ഹൊററായിട്ട് പേടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടോ? ആ ഒരു എന്നാ പറഞ്ഞാൽ ആ സൗണ്ടും എല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ കൊള്ളാം, ആ ഒരു ഫീൽ ഓക്കെയാണ്, പക്കയാണ്. പക്ഷേ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ കല്ലുകടി തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ ഇതിനകത്ത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അതായത് നമുക്ക് ആ സിനിമയുടെ കഥാപാത്രങ്ങളുമായിട്ട് നമുക്കൊരു കണക്ഷൻ പറഞ്ഞല്ലോ. ഈ കണക്ഷൻ ശരിക്കും അങ്ങോട്ട് വർക്കായില്ലേ എന്നൊരു സംശയം തോന്നാം. കാരണം ഇതിനകത്ത് പ്രണവാണല്ലോ നായിക എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാൻ പറ്റുമല്ല, കാരണം അത് സ്പോയിലറായി പോകും. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല. നായകനെ തന്നെ വെക്കാം. നായകൻ പ്രണവ്. അപ്പോൾ ഇതിനകത്ത് നായകന് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ, അയ്യോ നായകനെ പ്രേതം പിടിക്കുമോ ഇതാന്നൊക്കെ ഉള്ളൊരു നമുക്കൊരു ഇത് തോന്നും. പക്ഷേ എന്നിരുന്നാലും ഈ നായകൻ എന്തെങ്കിലും സംഭവിച്ച് ഈ നായകൻ മരിച്ചു പോയെന്നിരിക്കട്ടെ, പക്ഷെ നമുക്കത് അന്നേരത്തേക്കൊരു ഇത് തോന്നും എന്നുള്ളതല്ലാതെ നമുക്ക് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നതായിട്ടൊക്കെ നമുക്കൊരു ഫീൽ ചെയ്യണമല്ലോ. സാധാരണ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ്റെ വിഷമം നമ്മുടെ വിഷമം ആയിട്ട് നമ്മൾ കണക്കാക്കുമല്ലോ. അങ്ങനെ ഒരു കഥാപാത്രത്തിനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പ്രണവിൻ്റെ അഭിനയം പറയുന്നുണ്ട്. പ്രണവിൻ്റെ അഭിനയം പക്കയാണ്. പക്കാന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ. പേടിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇയാൾ ഒറ്റയ്ക്ക് കിടന്ന് അഭിനയിക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് സാധനം. അതായത് പ്രേതം പിടിക്കുന്ന പോലെയും പ്രേതം എന്നെ കഴുത്തെ പിടിക്കുന്ന പോലെയൊക്കെ ഈ ഒറ്റയ്ക്ക് കിടന്ന് അഭിനയിക്കേണ്ട. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആക്ടറും ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പ്രയാസപ്പെട്ട കാര്യമാണ്. അത് നല്ല പക്കായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ഈ പേടിപ്പിക്കുന്ന സമയത്ത് അല്ലാത്ത നോർമൽ സീനുകളിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ പ്രണവന് സ്ഥിരമുള്ള പരിപാടി ഇത് ഇങ്ങനെ ഈ പുരി ഇങ്ങനെ ചുളുക്കി ഇങ്ങനെ വെക്കും. ഒരു സ്ഥായി ഭാവമുണ്ട് പ്രണവിന് മൊത്തത്തിൽ. പക്ഷേ ഈ സിനിമയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. കാരണം പുള്ളിക്കാരന് എപ്പോഴും ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ പുള്ളിയുടെ ഒട്ടുമിക്ക സിനിമയിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ ചുളുക്കി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇതൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ, ഉടനെ അടുത്ത ചോദ്യം വരാൻ പോകുന്നത് എന്നാണെന്നറിയോ, എന്നാൽ പിന്നെ നീ അങ്ങോട്ട് പോയി അഭിനയിക്കടേ എന്നിങ്ങനെ പറയും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ എന്നാൽ പോയി ഉണ്ടാക്കുക, നീ എന്നാ ഷെഫാണോ അവിടെ എന്നൊക്കെ ചോദിക്കുന്ന അത്രയ്ക്ക് ലോജിക്കുള്ളൂ ഈ ക്വസ്റ്റ്യനൊക്കെ. ഒരു പാട്ട് കണ്ടിട്ട് പാട്ട് കേട്ടിട്ട് നമ്മൾ പറഞ്ഞാൽ അയ്യോ ഈ പാട്ട് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പാടിക്കേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെ പാട്ട് ആസ്വദിക്കുന്നവരെല്ലാവരും പാടണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു അഭിനയവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളൊരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ നമുക്കിത് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ പറയുന്നുള്ളൂ.
പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു പയ്യനുണ്ട്, ഏതാ അവൻ്റെ പേരെന്നായിരുന്നു, അരുൺ. അവൻ്റെ ഫോട്ടോ കാണിക്കാം. അപ്പോൾ അവൻ ആദ്യത്തെ ഒരു സീനുണ്ട്, അവൻ ഭയങ്കര ടെൻഷനായിട്ടൊക്കെ നിൽക്കുന്നത്, ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട്. ആ സീൻ കിട്ടുമായിരുന്നു കേട്ടോ അളിയൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു സെൻറ്റി സീനൊക്കെ ഉണ്ട്, അവിടെ ഒരു ഇച്ചിരി ക്രോപ്പ് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി. അയ്യോ പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാറി കൊച്ചെ അങ്ങോട്ട് പോകലൊരു പേടിക്കരുതടി എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിക്കുന്ന ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റിപ്പോയത് എന്നാണെന്നറിയോ, എവിടുന്ന് വന്ന് കയറിയവനാണെന്ന് അറിയത്തില്ല, ഒരു തന്തയും തള്ളയും അച്ഛനും അമ്മയെന്ന് പറയാൻ പോലും കൊള്ളത്തില്ല. അവർ ആ കൊച്ചിനൊരു 3 വയസ്സ് കാണും. ഈ കൊച്ചിനെ ആയിട്ട് ഇവർ തിയേറ്ററിൽ വന്നിരിക്കുന്നടേ എന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൊച്ചിന് അടൽസൊള്ളിപ്പടം 18+ സിനിമയാണ്. അതിനകത്ത് ഈ കൊച്ചിനെ കൊണ്ട് വന്ന് അവരെ എന്നാ ചെയ്യണ്ടേ? തിയേറ്ററുകാരെ സമ്മതിക്കണം. തിയേറ്ററുകാർ ഒരുപക്ഷെ ചിലപ്പം അവരവിടെ നിന്നായിരിക്കാം ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അവർ നോക്കുമ്പോൾ 2 ടിക്കറ്റിൻ്റെ പൈസ കിട്ടും, എന്നാൽ കയറിക്കോളാൻ പറഞ്ഞതായിരിക്കാം. എന്നിട്ട് ഈ കൊച്ചിനെ കയറ്റിയിട്ടുണ്ടല്ലോ, ഈ കൊച്ച് ഇടയ്ക്ക് പേടിക്കുക അയ്യോ എന്നൊക്കെ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ച് കടന്നുകൊണ്ട് അച്ഛേ നമുക്ക് വീട്ടിൽ പോകാം അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇത് കുറേ ദൂരെ ഇവരിരുന്ന് ഞാൻ ഇരുന്നോടത്തുനിന്ന്, എന്നിട്ടും എനിക്ക് അത്ര ഇറിറ്റേഷൻ തോന്നി. പക്ഷെ അടുത്തിരുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാ പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് കേട്ടോ. പോക്സോ കേസ് ഏതാണ്ടാണ് എനിക്ക് തോന്നുന്നത്. അടൽസൊള്ളി സിനിമ ഇങ്ങനെയുള്ള സിനിമയ്ക്കൊക്കെ കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തന്തേന്നുള്ള അകത്താകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ പറയുക. ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ പടത്തെക്കുറിച്ച് എന്താ അഭിപ്രായം, നല്ലതോ ചീത്തയോ? മൊത്തത്തിൽ എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ സിനിമ എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ, ഒരു ഹൊറർ സിനിമ കാണുന്ന എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ ടെക്നിക്കൽ സൈഡും അതും ഇതും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 8 കൊടുക്കാം. ഓക്കെ, അല്ല 8.5 കൊടുക്കാം, ഒന്ന് കൂട്ടിക്കോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കഥാപാത്രങ്ങളുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ, കഥ, തിരക്കഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 4.5 5 വരെ ഒപ്പിക്കാം. 5 കൂട്ടിക്കോ, അത്ര ഞാൻ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എന്താണോ സംഭവിക്കാൻ പോകുന്നത്. ഞാനിത് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായിട്ട് മാത്രമുള്ള അഭിപ്രായം മാത്രമാണ്. സിനിമ കൊള്ളത്തിൽ നിന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ലേ, എന്നോട് ക്ഷമിക്കൂ.